ഹായ് ഡിയേഴ്സ്, ബയോളജി എക്സാമിൽ 2 മാർക്ക് വീതം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഭാഗം. അപ്പോൾ ഈ ഒരു ചിത്രം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും നിങ്ങൾ കണ്ടെത്തുക. താഴെ പറയുന്ന പ്രത്യേകതയുള്ള രക്തഗ്രൂപ്പ് ഏതാൻ തിരിച്ചറിയുക. അപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൻറ്റിജൻ എ നിൽ ഇല്ല എന്നാണ്. മലയാളം മീഡിയം എന്താണ്? ഇല്ല. ആൻറ്റിജൻ എ ഇല്ല. രണ്ടാമത്തതാണ് ആൻറ്റിജൻ ബി പ്രസന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് ആൻറ്റിജൻ ഡി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രക്തഗ്രൂപ്പിലും ഇതുവരെ അറിയാത്തവരാണ് ഈ പറയുന്നത് കേട്ടാൽ മതി. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത് ആൻറ്റിജൻ ആണ്. അതായത് ആൻറ്റിജൻ എ ആണെങ്കിൽ രക്തഗ്രൂപ്പ് എ, ആൻറ്റിജൻ ബി ആണെങ്കിൽ രക്തഗ്രൂപ്പ് ബി, ആൻറ്റിജൻ എ ബി ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് എ ബി, ആൻറ്റിജൻ ഇല്ലെങ്കിൽ അത് ഒ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ തന്നു ആൻറ്റിജൻ എ ഇല്ല, അപ്പോൾ ഇത് എ ഗ്രൂപ്പ് അല്ല എന്ന് മനസ്സിലായി. ആൻറ്റിജൻ ബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ഏതാണ്? ബി ഗ്രൂപ്പാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കേണ്ടത്. പോസിറ്റീവ് നോക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിൽ ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ, RH ഘടകം ഉണ്ടെങ്കിൽ പോസിറ്റീവ്. ഒന്നെങ്കിൽ ആൻറ്റിജൻ ഡി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ RH ഘടകം എന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. RH ഘടകം ഡി ആൻറ്റിജൻ ഉണ്ടെങ്കിൽ പോസിറ്റീവാണ്, ഇല്ലെങ്കിലോ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ എന്താ? ഇല്ല. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എന്ത് കാരണം? ബി നെഗറ്റീവ് ആയിരിക്കും. എന്ത്? ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്തായിരിക്കണം? കണ്ടെത്തിയിരിക്കണം കേട്ടോ.